വെൽക്കം ടു ഡേ വൺ ഓഫ് ഫോറക്സ് ട്രേഡിംഗ് ബൂട്ട് ക്യാമ്പ് ഗൈസ്. അപ്പോൾ ഇതൊരു വീഡിയോ സീരീസ് ആയിട്ടാണ് നമ്മൾ ചെയ്യാൻ പോണത്. നിങ്ങൾക്ക് ഫോറക്സ് ട്രേഡിങ്ങിനെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരാളാണെങ്കിലും ജസ്റ്റ് ഒരു 10 ഡേയ്സിൻ്റെ അകത്ത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് നിങ്ങൾക്ക് ഫോറക്സ് ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ ഇതിനെപ്പറ്റി ഓരോ വീഡിയോസ് 1 by 1 ആയിട്ട് ബേസിക്സും കാര്യങ്ങളൊക്കെ കവർ ചെയ്യുന്ന രീതിയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാ ദിവസവും റെക്കമെൻഡേഷനായിട്ട് യൂട്യൂബിൽ തന്നെ ആ ഒരു വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് എന്താണ് ഫോറക്സ് ട്രേഡിംഗ്, എങ്ങനെയാണ് ഫോറക്സ് ട്രേഡിംഗ് വർക്ക് ചെയ്യണത്, ആൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് ഫോറക്സ് ട്രേഡിംഗ് എന്തൊക്കെയാണ്, ആൻഡ് എങ്ങനെയാണ് ഒരു ഫോറക്സ് ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ്, വാട്ട് ഈസ് ഫോറക്സ് ട്രേഡിംഗ്? എന്താണ് ഫോറക്സ് ട്രേഡിംഗ്? ഫോറക്സ് ട്രേഡിംഗ് ഈസ് എ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് വൺ കറൻസി ഫോർ അനദർ ഓൺ എ ഗ്ലോബൽ ഡീസെൻട്രലൈസ്ഡ് മാർക്കറ്റ്. അതായത് ഒരു കറൻസി കൊടുത്തിട്ട് വേറൊരു കറൻസി നമ്മൾ വാങ്ങിക്കണം. ബേസിക്കായിട്ട് ഇതാണ് ഫോറക്സ് ട്രേഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഫോറക്സ് ട്രേഡിംഗ് മാർക്കറ്റ് അല്ലെങ്കിൽ ഫോറക്സ് മാർക്കറ്റ് ഒരു ഡീസെൻട്രലൈസ്ഡ് മാർക്കറ്റാണ്. അതായത് ഇന്ത്യൻ മാർക്കറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഇന്ത്യയിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഡയറക്ട്ലി കൺട്രോൾഡ് ബൈ സെബി ആണ്. സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഫോറക്സ് മാർക്കറ്റിലോട്ട് വരുമ്പോൾ അങ്ങനെ ഒരു അതോറിറ്റി അവിടെ ഇല്ല. ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ളൊരു മാർക്കറ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ഒരു ഫോറക്സ് മാർക്കറ്റ് വർക്ക് ചെയ്യണമെന്നുള്ള കാര്യം ഞാൻ ജസ്റ്റ് ഒരു ഫിസിക്കൽ എക്സാമ്പിൾ യൂസ് ചെയ്തിട്ട് ഞാൻ പറയാം. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഈ കറൻസി എക്സ്ചേഞ്ചസ് ഉണ്ടല്ലോ. അതായത് നമ്മൾ ഈ കറൻസി കൺവേർട്ട് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്ന കറൻസി എക്സ്ചേഞ്ചസ്. ഫിസിക്കൽ എക്സ്ചേഞ്ച് ചെയ്യണ കറൻസി എക്സ്ചേഞ്ചസ്. ഫോർ എക്സാമ്പിൾ, ഇന്നത്തെ ഡോളർ റേറ്റ് ഒരു 80 രൂപയാണെന്ന് വിചാരിക്കാം. അതായത് ഒരു $US INR വാല്യൂ 80 രൂപയാണെന്ന് വിചാരിച്ചോളൂ. അതായത് എനിക്കിപ്പോൾ ആ ഒരു എക്സ്ചേഞ്ചിൽ പോയിട്ട് ഒരു $US വാങ്ങിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? 80 രൂപ കൊടുക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ആ ഒരു എക്സ്ചേഞ്ചിൽ പോയിട്ടൊരു $1000 വാങ്ങിച്ചു. ഒരു $US വാല്യൂ 80 രൂപയാണ്. കറക്റ്റ് എക്സാക്ട് വാല്യൂ പറയുകയാണെങ്കിൽ ഒരു 88 സംതിങ് ആണ്. ഫോർ എക്സാമ്പിൾ നമുക്കൊരു 80 രൂപയായിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഒരു $1000 ഞാൻ ബൈ ചെയ്തു. അപ്പോൾ $1000 ബൈ ചെയ്യണമെങ്കിൽ ഒരു ഡോളറിന് 80 രൂപ വെച്ചിട്ട് ഞാൻ കൊടുക്കണം. അപ്പോൾ ഒരു 80,000 രൂപ കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു? ഒരു $1000 ഞാൻ ബൈ ചെയ്തു. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ എന്ത് കിടപ്പുണ്ട്? ഒരു $1000 എൻ്റെ കയ്യിലിപ്പോൾ കിടപ്പുണ്ട്. ഞാനത് എൻ്റെ കയ്യിൽ തന്നെ വെച്ചു. ഒരു 2 ദിവസം കഴിഞ്ഞു എന്ന് വിചാരിച്ചോളൂ. ആഫ്റ്റർ 2 days, ആ 2 ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോളർ റേറ്റ് ഇൻക്രീസ് ചെയ്തു. അതായത് 2 ദിവസം മുന്നേ നമ്മൾ വാങ്ങിച്ചപ്പോൾ ഒരു $US വാല്യൂ 80 രൂപയായിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു $US വാല്യൂ എത്ര രൂപയായി? 82 രൂപയായി. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ എന്ത് കിടപ്പുണ്ട്? 2 ദിവസം മുന്നേ വാങ്ങിച്ചു വെച്ചാൽ ആ ഒരു $1000 കിടപ്പുണ്ടല്ലോ. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു $US വാല്യൂ 82 രൂപയായി. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ എന്ത് കിടപ്പുണ്ട്? $1000 കിടപ്പുണ്ട്. അപ്പോൾ ഒരു $US വാല്യൂ 82 രൂപയായപ്പോൾ $1000 വാല്യൂ എന്തായി? 82,000 രൂപയായി. അത് ആ ഒരു $1000 വാല്യൂ 82,000 രൂപയായി. നമ്മൾ 2 ദിവസം മുന്നേ $1000 വാങ്ങിച്ചപ്പോൾ അതിൻ്റെ വാല്യൂ എത്രയായിരുന്നു? 80 രൂപയായിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ ഒരു $1000 വാല്യൂ 82 രൂപയായി. അപ്പോൾ ആ ഒരു $1 വാല്യൂ 82 രൂപയായി. അപ്പോൾ ഒരു $1000 വാല്യൂ 82,000 രൂപയായി. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോഴും ആ ഒരു $1000 കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? നമ്മൾ ഈ ഒരു എക്സ്ചേഞ്ചിൽ പോയിട്ടാണല്ലോ ഈ ഒരു $1000 വാങ്ങിച്ചത്. അതേ എക്സ്ചേഞ്ചിൽ പോയിട്ട് $1000 സെല്ല് ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? 82,000 രൂപ കിട്ടി. നമ്മൾ ആ ഒരു $1000 വാങ്ങിച്ച എത്ര രൂപയ്ക്കായിരുന്നു? 80,000 രൂപയ്ക്കായിരുന്നു. അത് വിറ്റപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 82,000 രൂപ കിട്ടി. നമ്മളവിടെ സ്പെൻഡ് ചെയ്ത എമൗണ്ട് 80,000 റുപ്പീസ് ആയിരുന്നു. അപ്പോൾ 82,000 മൈനസ് 80,000 എത്ര രൂപയായി? ഒരു 2,000 റുപ്പീസിൻ്റെ പ്രോഫിറ്റ് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റി? അവിടെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റി. അതായത് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള കറൻസിയുടെ, അതായത് $US ആണ് നമ്മൾ വാങ്ങിച്ചത്. വാങ്ങിച്ചിട്ടുള്ള കറൻസിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്തപ്പോൾ 80 രൂപയിൽ നിന്ന് 82 രൂപയായപ്പോൾ ഞാനൊരു $1000 വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റി? ഒരു 2,000 രൂപയുടെ പ്രോഫിറ്റ് അവിടെ എനിക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. 2,000 രൂപയുടെ പ്രോഫിറ്റ് അവിടെ എനിക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ വാങ്ങിച്ചപ്പോൾ 80,000 രൂപയാണ് നമ്മൾ കൊടുത്തത്. പക്ഷേ സെല്ല് ചെയ്തപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി?
$82,000 രൂപയ്ക്ക് സെല് ചെയ്യാൻ പറ്റി. സോ റീസൺ ആ ഒരു $1 വാല്യൂ ഇൻക്രീസ് ചെയ്തപ്പോഴാണ്. ഓക്കെ, വാങ്ങിച്ചപ്പോൾ 80 രൂപയായിരുന്നു. സോ 2 ദിവസം കഴിഞ്ഞപ്പോൾ 82 രൂപയായപ്പോഴാണ് നമ്മളത് സെല്ല് ചെയ്തത്. പെർ $2 2 രൂപ വെച്ചിട്ട് നമുക്ക് കിട്ടി. നമ്മുടെ കയ്യിൽ $1,000 ഉണ്ടായിരുന്നു. അപ്പോൾ $1,000 2,000 രൂപയുടെ പ്രോഫിറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, അവിടെ ജനറേറ്റ് ചെയ്യാൻ പറ്റി. സോ ബേസിക്കായിട്ട് ഇതാണ് ഫോറക്സ് ട്രേഡിങ്. അതിൻ്റെ ബാക്ക് എൻഡിൽ നടക്കുന്ന പ്രോസസ്സ് ഇതാണ്. ഓക്കെ, ഒരു കറൻസി വാങ്ങിച്ചിട്ട് മീൻസ് വേറൊരു കറൻസി കൊടുത്തിട്ട് നമ്മളൊരു കറൻസി വാങ്ങിക്കുന്നു. ആൻഡ് നമ്മുടെ വാങ്ങിച്ച കറൻസിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ പ്രോഫിറ്റ് ആയിരിക്കും. ആൻഡ് ഈ ഒരു സെയിം പ്രോസസ്സ് അത് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, സോ ആഫ്റ്റർ 2 days, ഓക്കെ, 2 ദിവസം കഴിഞ്ഞു. സോ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നടക്കണേ എന്ന് വിചാരിച്ചോളൂ. ഓക്കെ, 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു $1 വാല്യൂ 78 രൂപയായി. സോ മീനിങ് എന്താണ്, ആ ഒരു $1 വാല്യൂ ഇൻക്രീസ് ചെയ്തു. നമ്മുടെ കയ്യിൽ ഇപ്പോൾ എന്ത് കിടപ്പുണ്ട്, ഒരു $1,000 കിടപ്പുണ്ടല്ലോ, ആ ഒരു $1 കിടപ്പുണ്ട്. അപ്പോൾ അന്നത്തെ INR വാല്യൂ എത്രയായിരുന്നു, 78 ആയിരുന്നു. അപ്പോൾ 1000 ഇൻറ്റു 78 എത്രയായിട്ട് മാറി, 78,000 INR ആയിട്ട് മാറി. ഓക്കെ, അന്നത്തെ $1,000 INR വാല്യൂ 78,000 രൂപയായിട്ട് മാറി. ഓക്കെ, നമ്മൾ വാങ്ങിച്ചത് എത്രയ്ക്കായിരുന്നു, നമ്മൾ വാങ്ങിച്ചത് 80,000 രൂപയ്ക്കായിരുന്നു. സെല്ല് ചെയ്ത് എത്രയ്ക്കായിരുന്നു, 78,000 രൂപയ്ക്കാണ്. ഓക്കെ, നമ്മൾ വിറ്റത് 78,000 രൂപയ്ക്കാണ്. പക്ഷെ നമ്മൾ വാങ്ങിച്ചത് എത്രയായിരുന്നു, 80,000 റുപ്പീസിനാണ് നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ്, ഇവിടെ നമുക്കൊരു -2,000 റുപ്പീസിൻ്റെ ലോസ് ആണ് നമുക്ക് ഇവിടെ ഉണ്ടായത്. അതായത് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള കറൻസിയുടെ വാല്യൂ ഡിക്രീസ് ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് പറ്റിയത്, നമുക്കവിടെ ലോസ് വന്നു. അതുപോലെ തന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള കറൻസിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്തപ്പോൾ നമുക്കവിടെ പ്രോഫിറ്റ് ആയിരുന്നു. വാങ്ങിച്ചിട്ടുള്ള കറൻസിയുടെ വാല്യൂ ഡിക്രീസ് ചെയ്തപ്പോൾ നമുക്കിവിടെ ലോസ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഫോറക്സ് ട്രേഡിംഗ് വർക്ക് ചെയ്യുന്നത്. സോ ഇവിടെ ഒരുപാട് കറൻസീസ് ഉണ്ട്. $, INR മാത്രമല്ല, മൾട്ടിപ്പിൾ കറൻസി പേഴ്സ് ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരു കറൻസി കൊടുത്തിട്ട് നമ്മളൊരു വേറൊരു കറൻസി വാങ്ങിക്കണോ, വാങ്ങിച്ചിട്ടുള്ള കറൻസിയുടെ വാല്യൂയിൽ ഇൻക്രീസ് ഓർ ഡിക്രീസ് വരുമ്പോൾ നമുക്കിവിടെ പ്രോഫിറ്റ് ഓർ ലോസ് ഉണ്ടാവണം. അപ്പോൾ ഇതാണ് ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ബാക്ക് എൻഡിൽ നടക്കുന്നത്. അതായത് നമ്മൾ ഡിജിറ്റലായിട്ട് ഒരു ഫോറക്സ് ബ്രോക്കർ യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്ക് എൻഡിൽ നടക്കുന്ന പ്രോസസ്സ് ഇതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഫോറക്സ് ട്രേഡിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, സോ ഞാൻ മെയിനായിട്ട് സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഫോറക്സ് മാർക്കറ്റിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അഡ്വാൻറ്റേജസ് ഓഫ് ഫോറക്സ് ട്രേഡിംഗ്. സോ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈമാണ്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് നോക്കുവാണെങ്കിൽ എന്താണ്, മോർണിംഗ് ഒരു 9:15 AM ഓപ്പൺ ചെയ്തു. അതുപോലെ തന്നെ ഒരു ഈവനിങ് ഒരു 3:30 PM ആകുമ്പോൾ ക്ലോസ് ചെയ്തു. സോ ഫോറക്സ് മാർക്കറ്റിലോട്ട് വരുമ്പോൾ ഫോറക്സ് മാർക്കറ്റ് 24/5 ഓപ്പൺ ആയിട്ടുള്ളൊരു മാർക്കറ്റാണ്. അതായത് മൺഡേ ടു ഫ്രൈഡേ മാർക്കറ്റ് 24 hours ഓപ്പൺ ആണ്. ഓക്കെ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മൺഡേ മോർണിംഗ് ഒരു 2:30 AM ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സാറ്റർഡേ മോർണിംഗ് ഒരു 4:30 PM ആ ഒരു സമയമൊക്കെ ആകുമ്പോഴാണ് ഫോറക്സ് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നത്. ഓക്കെ, സോ സിംപ്ലി മൺഡേ ടു ഫ്രൈഡേ 24 hours മാർക്കറ്റ് ഓപ്പൺ ആണ്. സാറ്റർഡേ ആൻഡ് സൺഡേ ആണ് മാർക്കറ്റ് ഓഫ് ആയിട്ടുള്ളത്. ഇപ്പോൾ നമ്മളൊരു വർക്ക് ചെയ്യണ ഒരാളാണെങ്കിൽ, ഒരു വർക്കിംഗ് പ്രൊഫഷണൽ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ആ ഒരു മോർണിംഗ് ടൈം ട്രേഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കത്തില്ല, നമുക്ക് എന്തെങ്കിലും ജോലി ഉണ്ടാകും, അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനുണ്ടാവും. അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ആ ഒരു ടൈം മിസ്സാവും. ഓക്കെ, സ്റ്റോക്ക് മാർക്കറ്റ് ആണെങ്കിൽ നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് അവിടെ കുറവായിരിക്കും, ആ ഒരു സമയത്തിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട്. അപ്പോൾ സെയിം ടൈം നമ്മൾ ഫോറക്സ് മാർക്കറ്റിലോട്ട് വരുവാണെങ്കിൽ ഫോറക്സ് മാർക്കറ്റ് 24/5 ഓപ്പൺ ആണ്. മൺഡേ ടു ഫ്രൈഡേ 24 hours മാർക്കറ്റ് ഓപ്പൺ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ എപ്പോഴാണോ ഫ്രീ ആയിട്ടുള്ളത് ആ ഒരു ടൈം ചൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുക. അപ്പോൾ ഫോറക്സ് ട്രേഡിങ്ങിൻ്റെ നമ്പർ 1 അഡ്വാൻറ്റേജ് ആണ് ഈ ഒരു 24/5 ഓപ്പൺ ആയിട്ടുള്ള മാർക്കറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പോഴാണോ ഫ്രീ ആയിട്ടുള്ള ആ ഒരു സമയം നമുക്ക് ചൂസ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കാം. സോ പിന്നെയുള്ള അഡ്വാൻറ്റേജ് ആണ് ഹൈ ലിവറേജ്. സോ ലിവറേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് 2 സൈഡ്സ് ഉണ്ട്. ഓക്കെ, സോ ഈ ലിവറേജ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ അറിയാമെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് തിങ്. ഈ ലിവറേജ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ ഇറ്റ്സ് എ ബാഡ് തിങ്. അതായത് നമ്മുടെ അക്കൗണ്ട് അവിടെ വാഷ് ഔട്ട് ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഓക്കെ, അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിവറേജ് ഞാൻ സിമ്പിളായിട്ട് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ സോ ലിവറേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളി നമുക്ക് ചെറിയൊരു ക്യാപിറ്റൽ വെച്ചിട്ട് വലിയ പൊസിഷൻസ് മാനേജ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ എൻ്റെ കയ്യിലൊരു എൻ്റെ ക്യാപിറ്റൽ
ഒരു 1000 രൂപയാണ്. ഓക്കെ, എൻ്റെ ക്യാപിറ്റൽ ഒരു 1000 രൂപയാണ്. ഓക്കെ, സോ ഒരു MRF എന്ന് പറയുന്ന ഒരു ഷെയർ. ഓക്കെ, അതിൻ്റെ ഷെയർ പ്രൈസ് ഒരു 1000 രൂപയാണ് വിചാരിച്ചു. ഓക്കെ, എൻ്റെ ക്യാപിറ്റൽ 1000 രൂപയാണ്. എൻ്റെ MRFിൻ്റെ റിയൽ പ്രൈസ് 1000 ഒന്നുമല്ല. MRFിൻ്റെ ഒരു ഷെയർ പ്രൈസ് ഒരു 1000 രൂപയാണ് നമുക്ക് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ എനിക്കിപ്പോൾ ഈ 1000 രൂപയുടെ ക്യാപിറ്റൽ വെച്ചിട്ട് എനിക്ക് എന്തേ ചെയ്യാൻ പറ്റത്തുള്ളൂ? MRFിൻ്റെ ഒരു ഷെയർ മാത്രമേ എനിക്ക് വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സെയിം ടൈമിന് ഒരു ഷെയർ മാത്രമേ എനിക്ക് നോർമലി എനിക്ക് വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ലിവറേജ് ഒന്നും ഇല്ലെങ്കിൽ. പക്ഷേ ഈ സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ഉണ്ടല്ലോ, സ്റ്റോക്കുമായിട്ട് കമ്പയർ ചെയ്തിട്ടുള്ള ഇതിൻ്റെ അകത്ത് ഞാൻ പറയും, സ്റ്റോക്ക് ബ്രോക്കേഴ്സ് 5 ടൈംസ് ലിവറേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്റ്റോക്ക് ബ്രോക്കേഴ്സ് 5 ടൈംസ് ലിവറേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ക്യാപിറ്റൽ എത്രയാണ്? ക്യാപിറ്റൽ 1000 രൂപയാണ് നമ്മുടെ ക്യാപിറ്റൽ. ഓക്കെ, 1000 രൂപ. അപ്പോൾ 1000 ഇൻറ്റു എത്ര ടൈംസ് ആണ് ബ്രോക്കർ ലിവറേജ് പ്രൊവൈഡ് ചെയ്യുന്നത്? 5 ടൈംസ്. 5000 ഇൻറ്റു 5 എത്രയായി? 5000 റുപ്പീസായി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒരു 1000 രൂപ വെച്ചിട്ട് 5000 റുപ്പീസിൻ്റെ 5000 റുപ്പീസ് വർത്ത് ട്രേഡ്സ് നമുക്ക് അവിടെ എക്സിക്യൂട്ട് ചെയ്യാം. അതായത് എൻ്റെ കയ്യിൽ ജസ്റ്റ് 1000 രൂപയുള്ളെങ്കിലും MRFിൻ്റെ 5 ഷെയർ എനിക്ക് വാങ്ങിക്കാം. സോ റീസൺ, എനിക്ക് അവിടെ ഞാൻ യൂസ് ചെയ്യണ ബ്രോക്കർ എനിക്ക് 5 ടൈംസ് ലിവറേജ് തരുന്നുണ്ട്. അതായത് നമ്മുടെ ക്യാപിറ്റൽ എത്രയാണോ ഇൻറ്റു എത്ര ടൈംസ് ആണ് ലിവറേജ് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, സ്റ്റോക്ക് ബ്രോക്കേഴ്സ് 5 ടൈംസ് ആണ്. അപ്പോൾ 1000 ഇൻറ്റു 5000 റുപ്പീസിൻ്റെ ട്രേഡ്സ് അവിടെ എനിക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒരു 1000 രൂപയുടെ ക്യാപിറ്റൽ വെച്ചിട്ട് എനിക്ക് എക്സിക്യൂട്ട് ചെയ്യാം. അതായത് ജസ്റ്റ് ഒരു 1000 രൂപ വെച്ചിട്ട് MRFിൻ്റെ 5 ഷെയർ എനിക്ക് വാങ്ങിക്കാം. സോ ഇതാണ് ലിവറേജ് വെച്ചിട്ട് മീൻ ചെയ്യണം. ഓക്കെ, സോ ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് കിട്ടുന്ന ലിവറേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം 5 ടൈംസ് സ്റ്റോക്ക് മാർക്കറ്റിൽ. ആൻഡ് ഇവിടെ ഫോറക്സ് മാർക്കറ്റിലോട്ട് വരുമ്പോൾ നമുക്ക് സെലക്ട് ചെയ്യാം, അതായത് എത്രയാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, സോ 50 ടൈംസ് ഉണ്ട്, അതുപോലെ തന്നെ 100 ടൈംസ് ഉണ്ട്, അതുപോലെ തന്നെ 200 ടൈംസ് ലിവറേജ് പ്രൊവൈഡ് ചെയ്യണ ബ്രോക്കേഴ്സ് ഉണ്ട്, 300 ടൈംസ് ലിവറേജ് പ്രൊവൈഡ് ചെയ്യണ ബ്രോക്കേഴ്സ് ഉണ്ട്, 1000 ടൈംസ് ഒക്കെ ലിവറേജ് പ്രൊവൈഡ് ചെയ്യണ ബ്രോക്കേഴ്സ് ഉണ്ട്. ഓക്കെ, സോ ഇതൊരു അഡ്വാൻറ്റേജ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ ഒരു ഡബിൾ എഡ്ജ്ഡ് സോഡാണ്. അതിന് 2 സൈഡ്സ് ഉണ്ട്. പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ അറിയെങ്കിൽ ഇത് അഡ്വാൻറ്റേജ് ആണ്. പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട് അവിടെ വാഷ് ഔട്ട് ആവാനുള്ള ചാൻസസ് ഇവിടെ ഹൈ ആണ്. ഓക്കെ, സോ എങ്ങനെയാണ് ലിവറേജ് യൂസ് ചെയ്യണത്, പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരു ഫോറക്സ് ട്രേഡിങ്ങിൻ്റെ സെക്കൻഡ് അഡ്വാൻറ്റേജ് ആണ് ഈ ഒരു ഹൈ ലിവറേജ് എന്ന് പറയുന്നത്. ഓക്കെ, ലിവറേജ്. സോ പിന്നെ നെക്സ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ലിക്വിഡിറ്റി. അതായത് നല്ല രീതിയിൽ ലിക്വിഡിറ്റി ഉള്ള ഒരു മാർക്കറ്റാണ് ഫോറക്സ് മാർക്കറ്റ്. അതായത് ഫോറക്സ് മാർക്കറ്റിൽ ഒരു ദിവസം നടക്കുന്നത് $7 ട്രില്യൺ ട്രാൻസാക്ഷനാണ് ഒരു ദിവസം നടക്കുന്നത്. അതായത് ഒരു 6 to 7 ട്രില്യൺ ട്രാൻസാക്ഷനാണ് ഒരു ദിവസം ഫോറക്സ് മാർക്കറ്റിൽ നടക്കുന്നത്. ഓക്കെ, സോ ഇന്ത്യൻ മാർക്കറ്റിൽ അത്രയും ട്രാൻസാക്ഷൻ നടക്കണമെങ്കിൽ ചിലപ്പോൾ ഒരു വീക്സ് അല്ലെങ്കിൽ മന്ത്സ് എടുത്തേക്കാം. ഓക്കെ, ഒരു മാസമൊക്കെ എടുത്തേക്കാം ഈ ഒരു $7 ട്രില്യൺ ട്രാൻസാക്ഷൻ നടക്കണമെങ്കിൽ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ എത്ര വലിയ ക്വാണ്ടിറ്റി മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുള്ള സമയത്ത് എപ്പോൾ വേണമെങ്കിലും പഞ്ച് ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു ഓർഡർ ഇൻസ്റ്റൻ്റ് ആയിട്ട് എക്സിക്യൂട്ട് ആവും. കാരണം അവിടെ സെല് ചെയ്യാനും ആൾക്കാരുണ്ട്, അവിടെ ബൈ ചെയ്യാനും ആൾക്കാരുണ്ട്. ഇൻ്റർനാഷണൽ മാർക്കറ്റാണ്. അതുപോലെ തന്നെ എല്ലാവരും മീൻസ് വേൾഡ് വൈഡ് ആയിട്ട് ആൾക്കാർ ഒരേ സമയത്ത് ഇരുന്ന് ട്രേഡ് ചെയ്യണ ഒരു മാർക്കറ്റാണ് ഫോറക്സ് മാർക്കറ്റ്. അതുകൊണ്ട് ഹൈലി ലിക്വിഡ് ആയിട്ടുള്ളൊരു മാർക്കറ്റാണ് ഫോറക്സ് മാർക്കറ്റ്. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എക്സിക്യൂട്ട് ആവാൻ വേണ്ടിയിട്ട് ടൈം എടുക്കത്തോ അങ്ങനെയൊന്നുമില്ല. ഓക്കെ, ഇൻസ്റ്റൻ്റ് ആയിട്ട് ആ ഒരു ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ എക്സിക്യൂട്ട് ആവുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ ഫോർത്ത് അഡ്വാൻറ്റേജ് ആണ് ഫണ്ടഡ് അക്കൗണ്ട്സ്. സോ ഫണ്ടഡ് അക്കൗണ്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ഇന്ത്യൻ സ്റ്റോക്ക് സ്പേസിലൊന്നും ഈ ഒരു കാര്യമില്ല. ഫോറക്സ് മാർക്കറ്റിലോട്ട് വരുമ്പോഴും ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിലോട്ട് വരുമ്പോഴാണ് ഈ ഒരു ഫണ്ടഡ് അക്കൗണ്ട്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് ഇപ്പോൾ ഒരു 90% ട്രേഡേഴ്സിൻ്റെ പ്രശ്നമാണ് അവർക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നഫ് ക്യാപിറ്റൽ ഇല്ല എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫണ്ടഡ് അക്കൗണ്ട്സ് അല്ലെങ്കിൽ ഫണ്ടിങ് ഫേംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനീസാണ് ഈ ഒരു ഫണ്ടഡ് അക്കൗണ്ട്സ് ഒക്കെ. ഇപ്പോൾ എൻ്റെ കയ്യിൽ ക്യാപിറ്റൽ ഇല്ല, പക്ഷേ എൻ്റെ കയ്യിൽ എന്തുണ്ട്, എനിക്ക് ട്രേഡ് ചെയ്യാൻ അറിയാം, എൻ്റെ കയ്യിൽ സ്കിൽസ് ഉണ്ട്, എനിക്ക് മന്ത്ലി ഇത്ര % റിട്ടേൺ ചെയ്യാൻ അറിയാം, മീൻസ് റിട്ടേൺസ് എടുക്കാൻ വേണ്ടിയിട്ട് അറിയാം. സോ അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ഫണ്ടിങ് ഫേംസിൻ്റെ വെബ്സൈറ്റിലോട്ട് പോയിട്ട് അവർ ചലഞ്ചിങ് കാര്യങ്ങളൊക്കെ ബൈ ചെയ്തിട്ട് എനിക്ക് എന്ത് ചെയ്യാം, ഒരു ക്യാപിറ്റൽ എനിക്ക് സെക്യൂർ ചെയ്യാം. അതായത് ഒരു $5,000 തൊട്ടിട്ട് ഒരു 1 lakh അല്ലെങ്കിൽ $2 lakh വരെയാണ്
ഈ ഒരു ഫണ്ടിങ് കമ്പനീസ് ട്രേഡിംഗ് ക്യാപിറ്റലായിട്ട് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ഈ ഒരു ഫണ്ടഡ് അക്കൗണ്ട്സിനെ കുറിച്ച് നമ്മൾ വരുന്ന വീഡിയോസിൻ്റെ അകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഫോറക്സ് ട്രേഡിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് വരുന്നത്. അതായത് മൺഡേ ടു ഫ്രൈഡേ 24 hours ഓപ്പൺ ആയിട്ടുള്ള മാർക്കറ്റാണ്. സോ ഹൈ ലിവറേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആൻഡ് ഹൈലി ലിക്വിഡ് ആയിട്ടുള്ള മാർക്കറ്റാണ്. അതിൻ്റെ കൂടെ ഫണ്ടഡ് അക്കൗണ്ട്സിൻ്റെ അവൈലബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയുടെ അകത്ത് നമ്മുടെ ബുട്ട് ക്യാമ്പ് 1 നമ്മൾ നോക്കിയിട്ടുള്ളത് എന്താണ് ഫോറക്സ് ട്രേഡിംഗ്, എങ്ങനെയാണ് ഫോറക്സ് ട്രേഡിംഗ് വർക്ക് ചെയ്യണത്, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്. ഓക്കെ, സോ ഇനി നിങ്ങൾക്ക് വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറക്സ് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫോറക്സ് ബ്രോക്കർ വേണം. ഓക്കെ, ഫോറക്സ് ട്രേഡിങ് ട്രേഡ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡെമോ അക്കൗണ്ട് ഒക്കെ എടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് ഒരു ഫോറക്സ് ബ്രോക്കർ അക്കൗണ്ട് വേണം. ഓക്കെ, ഞാൻ പേഴ്സണലി യൂസ് ചെയ്യണതും അൽപ്പാരി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഈ ഒരു ബ്രോക്കർ അക്കൗണ്ടാണ് ഞാൻ യൂസ് ചെയ്യണത്. സോ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. ജസ്റ്റ് നിങ്ങളിപ്പോൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ. ഇവിടെ ആ ഒരു ലിങ്കിൽ കയറി കഴിഞ്ഞാൽ ഓപ്പൺ അക്കൗണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ സ്റ്റാർട്ട് ട്രേഡിങ് കൊടുക്കുക. സോ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, നിങ്ങളുടെ കൺട്രി കൊടുക്കുക ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക ആൻഡ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് പാസ്വേഡ് ഒക്കെ കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് നിങ്ങളൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് വെക്കുക. സോ നെക്സ്റ്റ് വീഡിയോയുടെ അകത്ത് നമ്മൾ നോക്കാൻ പോണത് എന്താണ് കറൻസി പേഴ്സ്, എങ്ങനെയാണ് ആ ഒരു ട്രേഡിംഗ് ഇവിടെ വർക്ക് ആവണത്, ആ ഒരു കാര്യങ്ങളൊക്കെ ആയിരിക്കും. സോ അതിന് ശേഷമായിരിക്കും നമ്മൾ ആ ഒരു ഡെമോ ട്രേഡിങ്ങിലോട്ട് പോകുന്നത്. നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ലൈവ് അക്കൗണ്ട് കാര്യങ്ങളൊന്നും ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു ഡെമോ അക്കൗണ്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചാൽ മതി. ആൻഡ് ഇതാണ് ഡേ 1 നമ്മൾ കവർ ചെയ്യണ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഡേ 2 നമ്മൾ നാളെ ആയിരിക്കും ഡിസ്കസ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. ഓക്കെ, എൻ്റെ അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് റെക്കമെൻഡേഷനായിട്ട് ഓരോ ദിവസവും യൂട്യൂബ് തന്നെ ആ ഒരു വീഡിയോസ് നിങ്ങളുടെ ഫീഡിലോട്ട് കൊണ്ടുവരുന്നതായിരിക്കും, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷനിലോട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി ഡേ 2 കാണാം. അപ്പോൾ ബൈ.